കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താൽ പ്രിയ മക്കളെ, നമുക്കറിയാം യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ ഗെത്സമനെ തോട്ടത്തിൽ വച്ച് യേശുക്രിസ്തു മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാത്രം എന്നെ വിട്ട് മാറ്റണമേ എന്ന്. യൂദാസ്കാരിയത്ത് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ നിമിഷം മുതൽ തൻ്റെ ഒരു ശരീരത്തിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന ആ വേദനകളെക്കുറിച്ചും പാടുകളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു യേശുവിന്. പക്ഷേ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശുക്രിസ്തു ദൈവമാണെങ്കിലും ഒരു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടുകൾ, വേദനകൾ തൻ്റെ ശരീരത്തിൽ ഏൽക്കുന്നത് എത്ര കഷ്ടപ്പാടുകൾ എന്നറിയാം. പക്ഷേ യേശു ആ കഷ്ടപ്പാടുകളുടെ മധ്യയിൽ അതിനെ സ്വയം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നില്ല. മാർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അപ്പാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി കളയണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ നമുക്ക് യേശുക്രിസ്തു പറയണം, അപ്പാ പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റുവാൻ അങ്ങേ കൊണ്ട് കഴിയും, എങ്കിലും അത് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ അപമാനങ്ങൾ, താൻ അനുഭവിക്കുന്ന അപമാനങ്ങൾ, എല്ലാ ആ ഒരു അടി, വേദനകൾ എല്ലാം അറിഞ്ഞിട്ടും യേശു പറയണം, അപ്പാ പിതാവേ, അങ്ങയുടെ ഗീതം ഇതാണെങ്കിൽ ഞാനത് സഹിക്കാമെന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്ക് എതിരായിട്ട് വരുന്ന ചില ദുർവർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കഷ്ടപ്പാടുകൾ നിമിത്തം അടുത്ത് നാം പടുന്ന പാടുകൾ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നാം പടുന്ന കഷ്ടങ്ങൾ, ഒരു കുഞ്ഞിനു വേണ്ടി പെടുന്ന കഷ്ടങ്ങൾ, ഇങ്ങനെ അപമാനം, അതിൻ്റെ പുറകെ നിന്ന് വരുന്ന അപമാനങ്ങൾ, പണകഷ്ടങ്ങൾ, ഇങ്ങനെയൊക്കെ പലതും നമ്മുടെ ജീവിതത്തിൽ അടുത്തെന്ത് സംഭവിക്കുമെന്ന് കുറേയൊക്കെ നമുക്ക് നമ്മുടെ വരുമാനം വെച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. പക്ഷേ നാം എപ്പോഴും, കർത്താവെ, അങ്ങയുടെ ഗിതമാണെങ്കിൽ ഞാൻ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകാം എന്ന് നമുക്കൊരിക്കലും പറയുവാൻ കഴിയുന്നില്ല. കർത്താവെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു വിടുതല തരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്, നാം ഉപവസിക്കുന്നുണ്ട്, പാസ്റ്റർമാരോട് പറഞ്ഞ് നാം പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, കഷ്ടം അനുഭവിക്കുവാൻ നമുക്കൊണ്ട് കഴിയുന്നില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അതിനുള്ള ആരോഗ്യം നമുക്കില്ല, അതിനുള്ള ധൈര്യവും നമുക്കില്ല. ആയതുകൊണ്ടാണ് നാം അത് മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ കഷ്ടത, കണ്ണുനീർ, ഇതിൽ കൂടെ നാം കടന്നു പോകുന്നത് പിതാവിന് ഗിതമാണെങ്കിൽ ഞാൻ അതങ്ങനെ ഇതിൽ കൂടെ കടന്നു പോകാം എന്ന് കർത്താവിന് വാക്ക് കൊടുക്കുവാൻ നമ്മൾ എത്ര പേരെ കൊണ്ട് കഴിയും? പ്രിയ ദൈവമക്കളെ, നാം യേശുവെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ യേശുവിനെ പോലെ കഷ്ടങ്ങൾ അനുഭവിക്കണമെന്നും വചനം പറയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവിച്ചതുപോലെ കുരിശുമരണം നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ ഭയങ്കര വേദന നിറഞ്ഞ ഒരു ജീവിതങ്ങളാണ്. അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകിത്തരും. നമുക്ക് യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം, അപ്പാ പിതാവേ, അങ്ങ് കഴിയുമെങ്കിൽ ഈ കഷ്ടതകൾ എന്നിൽ നിന്ന് മാറ്റണം, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിതിനെ സഹിക്കുവാനും ഇതിൽ കൂടെ കടന്നു പോകുവാനുമുള്ള ഒരു കൃപ തരണം, അങ്ങയുടെ ഗിതം എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മക്കൾ, കർത്താവ്, ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതകളോ വേദനകളോ ഒന്നും അങ്ങയുടെ മക്കളെ, കർത്താവെ, തളർത്തിക്കളയുവാനോ അങ്ങിൽ നിന്ന് പിന്മാറി പോകുവാനോ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ, തിരുഗിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങൾ തന്നെ ഭരമേൽപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യവും കൃപയും ശക്തിയും തന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.